പുണ്യഭൂമിയായ ഇറ്റലിയുടെ പ്രൊവിൻസായ അങ്കോണയിൽ നിന്നും മൈലുകൾക്കപ്പുറത്തുള്ള അഡ്രിയാറ്റിക് കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന അവർ ലേഡി ഓഫ് ലൊറേറ്റോ എന്ന ബസിലിക്ക ആതിഥ്യമരുളുന്നത് തിരുക്കുടുംബത്തിന്റെ ഭവനത്തിനാണ്. പരിശുദ്ധ കന്യകയുടെ ജന്മസ്ഥലം, ഗബ്രിയേൽ ദൂതനിൽ നിന്നും മറിയം മംഗളവാർത്ത സ്വീകരിച്ച ഭവനം, വചനം മാംസം ധരിക്കുകയും ബാലനായ യേശുവിന്റെ ശൈശവം തളിർക്കുകയും ചെയ്ത ആ പുണ്യഭവനം നൂറ്റാണ്ടുകളെ അതിജീവിച്ചുകൊണ്ട് അടിത്തറ കൂടാതെ ലൊറേറ്റോയിലെ ബസിലിക്കയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. പരിശുദ്ധ മറിയത്തിന്റെ ഭവനത്തിന്റെ അടിത്തറ ഇന്നും പാലസ്തീനായിലെ നസ്രത്തിൽ നിലകൊള്ളുന്നു. നസ്രത്തിലെ അടിത്തറയുടെ അളവുകളും വ്യാപ്തിയും പരിശോധിച്ചപ്പോൾ ലൊറേറ്റോയിലെ ഈ ഭവനവുമായി അഭേദ്യമായ സാമ്യം കണ്ടെത്തി. ശാസ്ത്രം സഭയെയും വിശ്വാസത്തെയും അംഗീകരിച്ച ചരിത്ര നിമിഷമായിരുന്നു അത്. അന്താരാഷ്ട്ര നിലവാരമുള്ള യൂറോപ്പിലെ ആദ്യത്തെ മരിയൻ ദേവാലയമാണ് അവർ ലേഡി ഓഫ് ലൊറേറ്റോ. കുരിശുയുദ്ധത്തോളം പഴക്കമുണ്ട് അതിൻ്റെ ചരിത്രത്തിന്. ആദ്യകാലങ്ങളിൽ ഈ ഭവനം ആരാധനാലയവും തീർത്ഥാടന കേന്ദ്രവുമായിരുന്നു. AD 313 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഒരു വലിയ ബസിലിക്ക നിർമ്മിച്ച് ഈ ഭവനത്തെ ബസിലിക്കയുടെ ഭാഗമാക്കി. 1090കളിൽ നടമാടിയ കുരിശുയുദ്ധത്തിൽ മുഹമ്മദിയരാൽ ഹോളി ലാൻഡ് ആക്രമിക്കപ്പെട്ടു, ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു. എങ്കിലും ഈ ഭവനം യാതൊരു കേടുപാടും കൂടാതെ നിലകൊണ്ടു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോള തുടങ്ങിയ അനേകം വിശുദ്ധന്മാർ മറിയത്തിന്റെ ഈ ഭവനം സന്ദർശിച്ചിട്ടുണ്ട്. 1291 മാലാഖമാരാൽ സംവഹിക്കപ്പെട്ട് മെഡിറ്ററേനിയൻ കടലിന് കുറുകെ ക്രൊയേഷ്യയിലെ ചെറിയ പട്ടണമായ ടെർസാറ്റോയിൽ ഈ ഭവനം സ്ഥാനമുറപ്പിച്ചു. ടെർസാറ്റോ ദേവാലയത്തിലെ പുരോഹിതനായിരുന്ന അലക്സാണ്ടർ ജിയോഗിവിച്ച് ഈ ഭവനം കണ്ട് അത്ഭുതപ്പെട്ടു. സ്വപ്നത്തിൽ പരിശുദ്ധ മറിയം അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് ഇതിന്റെ ഉറവിടം വെളിപ്പെടുത്തി. അടയാളമായി പരിശുദ്ധ മറിയം വൈദികന്റെ വർഷങ്ങളോളം പഴക്കമുള്ള രോഗം സുഖപ്പെടുത്തി. 3 വർഷങ്ങൾക്ക് ശേഷം തുർക്കികൾ അൽബേനിയ ആക്രമിച്ചപ്പോൾ 1294 ഭവനം വീണ്ടും അപ്രത്യക്ഷമായി. തുടർന്ന് ഡിസംബർ 10 മാലാഖമാരാൽ സംവഹിക്കപ്പെട്ടുകൊണ്ട് അഡ്രിയാറ്റിക് കടലിന് കുറുകെ ഭവനം നീങ്ങിയതിന് ആട്ടിടയന്മാർ സാക്ഷികളാണ്. ഇറ്റലിയിലെ റൊക്കാൻഡിയിൽ നിന്നും 4 മൈൽ അകലെയുള്ള വനപ്രദേശത്തേക്ക് എത്തപ്പെട്ട ഭവനം ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഒരു തീർത്ഥാടന കേന്ദ്രമായി പ്രശസ്തി ആർജിച്ചു. വീണ്ടും 2 തവണ കൂടി സ്ഥാനമാറ്റം സംഭവിച്ചതിന് ശേഷം ലൊറേറ്റോയിലെ ഇപ്പോഴുള്ള സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടു. 1920 മാർച്ച് 24 ബെനഡിക്റ്റ് 5 മാർപ്പാപ്പ അവർ ലേഡി ഓഫ് ലൊറേറ്റോയെ വ്യോമസഞ്ചാരികളുടെ മധ്യസ്ഥയാക്കി. അടിത്തറയില്ലാത്ത ചുവരുകളും മേൽക്കൂരയുമായി നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടായിട്ടും സുദൃഢമായി നിലകൊള്ളുന്ന ഈ ഭവനത്തെ ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങൾ ആദരവോടെയാണ് വീക്ഷിക്കുന്നത്. ഭവനത്തിന്റെ ചുവരുകൾക്ക് ചുറ്റും കൊത്തുപണികളോടുകൂടിയ മാർബിൾ ഫലകങ്ങൾ കൊണ്ട് ആവരണം നിർമ്മിച്ചിരിക്കുന്നു. പരിശുദ്ധ മറിയം ബാലനായ യേശുവിനെ കൈകളിലേന്തി നിൽക്കുന്ന പ്രതിമയുടെ ഒരു വശത്തായി അൾത്താര സ്ഥിതി ചെയ്യുന്നു. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ദിവ്യ സ്മാരകമായി നിലകൊള്ളുന്ന ഈ ഭവനത്തിന് എടുത്തു പറയത്തക്ക ചില സവിശേഷതകളും ഉണ്ട്. 1. നൂറ്റാണ്ടുകളായി അത്ഭുത രോഗ സൗഖ്യങ്ങളുടെ വേദിയാണ് ലൊറേറ്റോ. 2. ഭവന നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന കല്ലുകളും മോർട്ടാറും ഇറ്റലിയിലോ പ്രാന്തപ്രദേശങ്ങളിലോ ലഭ്യമല്ലാത്തതാണ്. രാസപരിശോധനയിൽ നിർമ്മാണ വസ്തുക്കൾക്ക് നസ്രത്തിലെ കല്ലുകളും മോർട്ടാറുമായി സാമ്യം കണ്ടെത്തി. 3. ഈ ഭവനത്തിന്റെ ചുവരുകൾ യാതൊരു അടിത്തറയും കൂടാതെ നിലകൊള്ളുന്നു. 4. 1511 മുതൽ ഇന്നുവരെയുള്ള എല്ലാ മാർപ്പാപ്പമാരുടെ ആവർത്തിച്ചുള്ള അംഗീകാരവും സ്ഥിരീകരണവും പരിശുദ്ധ മറിയത്തിന്റെ ഈ ഭവനത്തിന് ലഭിച്ചിട്ടുണ്ട്. ലൊറേറ്റോ മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം നമുക്കും യാചിക്കാം. വിശ്വാസത്തിൻ പരിചയങ്ങൾ സൈന്യാധിപനിയേ, നീതി മിന്നും സ്വർഗ്ഗ